ഇതൊരു ദിയ മാസങ്ങൾക്ക് മുൻപ് ഒരു സ്റ്റോറിയോ പോസ്റ്റോ എടുത്തിട്ടില്ലേ ഇൻസ്റ്റാഗ്രാമിൽ വിശ്വസിച്ച ചിലർ തൻ്റെ സ്ഥാപനത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തി അത് ഈ സംഭവം തന്നെയായിരുന്നു. അത് മാസങ്ങളൊന്നും ആയിട്ടില്ല, ഒരു 2 ആഴ്ച പോലും ആയിട്ടില്ല, അതിനകത്തേ ആവുന്നുള്ളൂ. അത് കാര്യം ഇത് ഞാൻ കണ്ടുപിടിച്ച ഉടനെ ഞാൻ ഇവരോട് സത്യം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴും നിങ്ങളുടെ അനിയത്തിമാരായിട്ടാണ്, ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, അനിയത്തിമാരായിട്ടാണ് കാണുന്നത്. നിങ്ങൾ എന്നോട് സത്യം പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കോംപ്രമൈസിലോട്ട് വരാം, പക്ഷെ നിങ്ങൾ കള്ളം പറഞ്ഞാൽ എനിക്കത് നിയമത്തിൻ്റെ രീതിയിലോട്ട് പോകേണ്ട വരും എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു, ചേച്ചി ഇതിനകത്ത് നിയമത്തിലോട്ടൊന്നും പോകേണ്ട കാര്യമില്ല, നമ്മൾ സത്യമാണ് പറയുന്നത്, വെറും ഒരു 500-2000 രൂപയ്ക്ക് നമ്മൾ എടുത്തിട്ടുള്ളൂ, അതിൽ കൂടുതൽ എടുത്തില്ല, അത് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ പറഞ്ഞു ശരി, അപ്പോൾ നിങ്ങൾക്ക് സത്യം പറയാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാനൊരു സ്റ്റോറി ഇടാം, ഇതുപോലെ കടയിൽ വന്ന് പർച്ചേസ് ചെയ്ത ആരെങ്കിലും വേറെ സ്റ്റാഫുകളുടെ പേഴ്സണൽ അക്കൗണ്ടിലോട്ട് പേയ്മെൻറ്റ് കൊടുത്തോ എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഞാൻ ഇടാൻ പോവുകയാണെന്ന് പറഞ്ഞു. പറഞ്ഞതും ഈ 3 പേരും അവരെ കൊണ്ട് പറ്റുന്ന എല്ലാ നമ്പേഴ്സിൽ നിന്നും എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, കാലി വീഴാം, അങ്ങനെ ഒരു സ്റ്റോറി ഇടരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു സ്റ്റോറി ഇട്ടാൽ ഇപ്പം എന്താ പ്രശ്നം? അപ്പോൾ അവർ പറഞ്ഞു, അല്ല ചേച്ചി അങ്ങനെ ഇട്ടാൽ നമ്മുടെ കുടുംബക്കാരൊക്കെ നമ്മൾ കള്ളികളാണെന്ന് വിചാരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ കട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കള്ളികളല്ലല്ലോ, കുടുംബക്കാർ ചോദിക്കുമ്പോൾ പറയണം അത് വേറെ ആരെയോ പറ്റി ഇട്ടതാണെന്ന് പറയണം എന്ന് പറഞ്ഞു. സ്റ്റോറി ഇട്ടതും ഒരു മിനിറ്റ് പോലും ആയിട്ടില്ല, എനിക്ക് എൻ്റെ OBOC അക്കൗണ്ടിൽ ഞാൻ റീഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ദിയ കൃഷ്ണയിലും ഉണ്ടായിരുന്നു. രണ്ടിലും ഒരു എന്താ പറയുക, ഒരു വേവ് എന്ന് പറയുന്ന പോലെ അത്രയ്ക്കാണ് ആൾക്കാർ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് വിത്ത് സ്ക്രീൻഷോട്ട്. നമ്മൾ കടയിൽ വന്നപ്പോൾ ഇതുപോലെ കുട്ടികൾ വന്നിട്ട് പറഞ്ഞു, ഇത് QR കോഡ് വർക്ക് ആവുന്നില്ല, കുറച്ച് നാളായിട്ട് എററാണ്, നിങ്ങൾ പൈസ ഇട്ടാൽ നിങ്ങളുടെ പൈസ പോകും, അതുകൊണ്ട് നമ്മുടെയിലോട്ട് ഇട്ടോളൂ എന്ന് പറഞ്ഞാണ് പലരും. ഇവർ ചിലവർ ക്യാഷ് തരുമ്പോൾ പറയും ക്യാഷ് വേണ്ട QR മതി, ചിലവരോട് ബേബി ഇവർക്ക് ക്യാഷ് ലിക്വിഡ് ക്യാഷിന് ആവശ്യം വരുമ്പോൾ ഇവർ നേരെ തിരിച്ചായിരുന്നു പറയുന്നത്, ക്യാഷ് മതി, ഇവിടെ QR കോഡ് വർക്ക് ആവുന്നില്ല. അങ്ങനെ ചിലവരെ കൊണ്ട് ATM ഇവർ പറഞ്ഞു വിട്ട് ക്യാഷ് മേടിച്ച് റോഡിൽ പോയി നിന്ന് ഇവർ ക്യാഷ് മേടിക്കുമായിരുന്നു. കാര്യം അതാകുമ്പോൾ നമ്മുടെ CCTV ഫുട്ടേജിൽ കിട്ടത്തില്ല. അപ്പോൾ ഇവരത് പ്ലാൻ ചെയ്ത് ചെയ്യിപ്പിക്കുന്നതും ചില കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത്. പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഉറപ്പായിട്ടുണ്ടായിരുന്നു. കാര്യം ഞാൻ ഒരു ഏപ്രിൽ വരെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു പല ദിവസങ്ങളും. ഞാനത് ഇവരെയാണ് ഏറ്റവും ഫസ്റ്റ് രാവിലെ വിളിച്ച് ഇൻഫോം ചെയ്യുന്നത്, എനിക്കിന്ന് വയ്യ, CCTV നോക്കി എനിക്ക് ഇരിക്കാൻ പറ്റില്ല, ദയവ് ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അവിടെ കൃത്യമായി ചെയ്യണം, വൃത്തിയാക്കണം, വരുന്ന കസ്റ്റമേഴ്സിനോട് മര്യാദയ്ക്ക് പെരുമാറണം. ഇതെല്ലാം ഞാൻ വിളിച്ച് പറയുമ്പോൾ മേ ബി ഇവരുടെ ഉള്ളിലൊരു സന്തോഷം ഉണ്ടായിരിക്കാം, ഓക്കെ വയ്യാതെ കിടക്കുക, അപ്പോൾ ഇന്ന് ലൂട്ട് ചെയ്യാം എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരിക്കാം. പിന്നെ ഹസ്ബൻഡ് IT-യിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ പുള്ളി ഈ ബിസിനസ്സുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, എന്നെ ജസ്റ്റ് വെബ്സൈറ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് ടെക്നിക്കൽ പരമായ സഹായം ചെയ്യുന്നു എന്നല്ലാതെ പുള്ളിക്കും ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല. ബിക്കോസ് ഉച്ച 2 തൊട്ട് രാത്രി 11 വരെ പുള്ളിക്കും വർക്കുണ്ട്, അപ്പോൾ ഇതിൻ്റെ പിന്നാലെ ഇരിക്കാൻ പറ്റില്ല. പിന്നെ വീട്ടിലുള്ള ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വെച്ചിട്ടും പ്ലസ് ഇവരുടെ മേലുള്ള 100% വിശ്വാസം കാരണവും കൂടെയാണ് ഈ ഒരു കെയർലെസ്നെസ് സംഭവിച്ചിരിക്കുന്നത് എൻ്റെ ഭാഗത്തു നിന്ന്.